ഹലോ ഗായ്സ്, വെൽക്കം ഓൾ ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ഒരു ട്രിപ്പിന് പോവാണ്. ഇറ്റലിയിലോട്ടാണ് പോകുന്നത്. നമ്മളിപ്പം മാൾട്ടയിലാണുള്ളത്. ആൻഡ് ഇവിടുന്ന് നമുക്ക് നല്ല ചീപ്പ് റേറ്റിനൊരു ഫ്ലൈറ്റ് കിട്ടി. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഇറ്റലിയിലോട്ടെന്ന് പറയുമ്പം ഫ്ലൈറ്റിൽ നോക്കിയിട്ട് 2 hours ജേണിയാണ് കാണിക്കുന്നത്. ബട്ട് സ്റ്റിൽ നല്ല ചീപ്പായിട്ട് നമുക്ക് കിട്ടി. അതുകൊണ്ട് നമ്മൾ പോകാമെന്ന് വിചാരിക്കുന്നു. ശരിക്കും ഞാൻ മാൾട്ടയിൽ വന്നിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഡെലിവറി കഴിഞ്ഞ് വന്നിട്ട് 2 months ആവുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു 3 days VL ഒക്കെ എടുത്ത് നമ്മൾ പോവാണ്. എനിവേ, അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ശരിക്കും പറഞ്ഞാൽ ഈ ടൈപ്പ് വീഡിയോസൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ ഫുൾ OET റിലേറ്റഡ് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഒന്ന് ഇറ്റലിയൊക്കെ ഒന്ന് കാണാം. അപ്പം അതിനു വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹലോ, നമ്മളങ്ങനെ എയർപോർട്ടിലോട്ട് വന്നു. നമ്മുടെ ഓൺലൈൻ ചെക്കിങ് കഴിഞ്ഞതായിരുന്നു. അല്ലെങ്കിൽ നമ്മളിവിടെ വന്ന് പിന്നെയും ക്യൂ നിന്ന് നമ്മൾ ചെക്കിൻ ചെയ്യേണ്ടി വരുമായിരുന്നു. എനിവേ അത് ടൈം ലാഭമായി. ആൻഡ് നമ്മുടെ സെക്യൂരിറ്റി ചെക്കിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോകുന്ന വഴിയാണ് ഇപ്പോൾ കാണുന്നത്. ഇങ്ങനെ കുറേ ഷോപ്പ് തിങ്സൊക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് എന്ത് വേണോ അതെല്ലാം അവിടെ ഉണ്ട്. നമുക്കിപ്പോൾ കൊച്ചിയിലൊക്കെ ആണെങ്കിലും ദുബായിലൊക്കെ ആണെങ്കിലും ഡ്യൂട്ടി ഫ്രീസ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ സെയിം എല്ലാ എയർപോർട്ടിലും ഏകദേശം അത് കാണുമായിരിക്കും. സോ അങ്ങനെ നമ്മൾ സെക്യൂരിറ്റി ചെക്കിങ് എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ ഗേറ്റിൻ്റെ അടുത്തോട്ട് പോവാണ്. ഗേറ്റ് ഓപ്പൺ ആക്കാനായിട്ട് കുറച്ചൊരു 15 minutes കൂടെ ഉണ്ടായിരുന്നു. ആ സമയം അവിടെ നമുക്ക് എയർപോർട്ടിൽ ഒരു വലിയ പിയാനോ വെച്ചിട്ടുണ്ട്. സോ ഈ പിയാനോ എല്ലാവരും ഇരിക്കുന്നതിൻ്റെ മിഡിലിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ അതിലിരുന്ന് അറിയാവുന്നവർക്ക് ചെയ്യാം. ബട്ട് ഞാൻ ചുമ്മാ അവിടെ ഇരുന്നേ ഉള്ളൂ കേട്ടോ, ഒന്നും അറിയാതെ. ആൻഡ് പിന്നെ ചുമ്മാ ഈ പറഞ്ഞ പോലെ സെൽഫി എടുക്കുകയും വീഡിയോ എടുക്കുകയും ഒക്കെ ആയിരുന്നു കുറച്ച് സമയം, ഒരു 15 minutes. അതിനുശേഷം നമ്മൾ അകത്തോട്ട് പോയി. ഗേറ്റിൻ്റെ അവിടുത്തെ തിരക്കാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ക്യൂവിൻ്റെ ഏറ്റവും ലാസ്റ്റിൽ നിൽക്കാൻ വയ്യാത്തവൻ അവിടെ ഇരിക്കുകയായിരുന്നു. എനിവേ നമ്മൾ കയറാതെ എന്തായാലും ഫ്ലൈറ്റ് വിടാൻ പോകുന്നില്ല എന്നൊരു ആശ്വാസമുണ്ട്. നമ്മളിരിക്കുന്ന ഫ്ലൈറ്റ് സീറ്റിന് മുകളിലായിട്ട് നമുക്ക് ഇങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ AC അഡ്ജസ്റ്റ് ചെയ്യാൻ, ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ അവർ എയർ ഹോസ്റ്റേഴ്സൊക്കെ ഓരോന്ന് അനൗൺസ് ചെയ്യുമ്പം നമുക്കത് പൈലറ്റ് ആണെങ്കിലും അനൗൺസ് ചെയ്യുന്നത് നമുക്ക് കേൾക്കാനായിട്ടൊക്കെ പറ്റുന്നത് ഇതുവഴിയായിരുന്നു. അതുപോലെ നമുക്ക് 2 ബ്രോഷേഴ്സ് ഉണ്ടായിരുന്നു നമ്മുടെ സീറ്റിന് തൊട്ട് ഫ്രണ്ടിലായിട്ട്. അതിൽ ഒന്നിനകത്ത് ഫുൾ എന്ന് പറഞ്ഞാൽ ഓരോരോ പരസ്യങ്ങളാണ്. ഓരോ പരസ്യങ്ങളൊക്കെ നമ്മളതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും വായിക്കുന്നവർ കാണാം, വായിക്കാത്തവർ കാണാം. എനിവേ നമുക്കത് ജസ്റ്റ് നമ്മൾ നോക്കി. ആൻഡ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കഴിക്കുന്ന സാധനങ്ങളുടെയൊക്കെ ലിസ്റ്റായിരുന്നു. അതെൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ നോക്കുമായിരുന്നു, ഓരോ പേജ് ഇങ്ങനെ മറിച്ച് നോക്കുമായിരുന്നു. എന്തായാലും നമുക്കത് പൈസ കൊടുത്ത് തന്നെ വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ എയർ മാൾട്ട ഫ്ലൈറ്റ് പോകുന്നത് വളരെ ചീപ്പ് റേറ്റിന്, അതും ഇത്ര ദൂരമേ ഉള്ളൂ. നമ്മളിപ്പം ഇറ്റലിയിൽ പോകാമെന്ന് പറയുമ്പോൾ നമുക്ക് 2 hours ജേണിയാണ്. അപ്പോൾ അതിനൊന്നും എന്തായാലും നമുക്ക് ഫ്രീ ആയിട്ട് തരാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ എന്തായാലും പേയ്മെൻറ്റ് ചെയ്തിട്ടേ പറ്റത്തുള്ളൂ. പക്ഷെ നമ്മൾ നാട്ടിലോട്ടാണ് പോകുന്നത്. അതെന്ന് പറഞ്ഞാൽ ഇത്ര ലക്ഷം മുടക്കി നമ്മൾ പോവുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നല്ല റേറ്റ് ആയിരിക്കും. എസ്പെഷ്യലി എമിറേറ്റ്സ് അങ്ങനെയൊക്കെയുള്ള ഫ്ലൈറ്റിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്ക് ഫുഡ് എന്തായാലും അങ്ങനെയുള്ള ജേണിയിലൊക്കെ നമുക്ക് കിട്ടും ഫ്രീ ആയിട്ട് തന്നെ. ബിക്കോസ് അത് ടിക്കറ്റ് റേറ്റ് തന്നെ അവരത് ഈടാക്കും നല്ലപോലെ. പക്ഷേ അല്ലാത്ത ജേണീസ് ഇങ്ങനെ കുഞ്ഞു ട്രിപ്പിലൊന്നും നമ്മൾ അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്ന പ്രതീക്ഷിക്കുകയേ ചെയ്യരുത്. ഈ കൊക്കക്കോള വാങ്ങിക്കാനായിരുന്നു ഇത്ര നീണ്ട വായന നടത്തിയത്. ലാസ്റ്റ് വാങ്ങിച്ചത് കൊക്കക്കോളയായിരുന്നു കേട്ടോ. അതും പിന്നെ ഞാനൊരു ചോക്ലേറ്റ് വാങ്ങിച്ചായിരുന്നു, കിറ്റ്കാറ്റും വാങ്ങിച്ച് കഴിച്ചു. അതിനിടയ്ക്ക് എൻ്റെ ഹസ്ബൻഡ് പറയുന്നുണ്ട്, നമ്മുടെ അപ്പുറത്തൊരാളിരുന്ന് ഉറങ്ങുവാടി, അവർ ചീത്ത വിളിക്കുമെന്നൊക്കെ. അതിനിടയ്ക്ക് തലവേദനയ്ക്ക് ഞാൻ തിരുമ്മിയും കൊടുക്കുന്നുണ്ട്.
അടിക്കുന്ന ഭാര്യ, കള്ളോറക്കം നടക്കുന്നതിൻ്റെ ഭാര്യ. ശരിയാ കള്ളവർക്കായിരുന്നു കേട്ടോ. ഓക്കെ, ഇത് ഞങ്ങൾ ഫ്ലൈറ്റിലിരുന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. നമ്മൾ പോകാൻ പോകുന്നത് ഭയങ്കര തണുപ്പുള്ളൊരു സ്ഥലമാണെന്ന് നമുക്കറിയായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായി നോക്കിയപ്പോൾ ദേണ്ട്രാ മഞ്ഞ് പൊടികൾ ഇങ്ങനെ നമുക്ക് കാണാം. പൊടിയായിട്ട് നമുക്ക് കാണാം. നമ്മൾ ചെന്നപ്പോഴാണ് അറിഞ്ഞത്, എൻ്റെ ദൈവമേ. എനിവേ നമ്മളിതേ ലാൻഡ് ചെയ്യാണ്. ലാൻഡിങ് ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളങ്ങനെ ഇറ്റലിയിലെ മിലാൻ ബെർഗാമോ എയർപോർട്ടിലേക്ക് നമ്മളെത്തി. നമ്മുടെ ലഗേജൊക്കെ എടുത്തു. നമ്മളിനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു റെൻറ്റിന് കാർ എടുത്തിട്ടാണ് നമ്മൾ ട്രാവൽ ചെയ്യാൻ പോകുന്നത്. നമ്മളിവിടുന്ന് കാറിലാണ് നമ്മൾ പോകുന്നത്. അപ്പം ഈ കൂട്ടത്തിൽ ലൈസൻസ് ഉള്ളത് ഒരാൾക്കേ ഉള്ളൂ. അപ്പം അവൻ കാർ എടുക്കും. എന്നിട്ട് നമ്മൾ ഒരു 2 hour ജേണി ഒന്നുകിൽ നമ്മൾ നമ്മുടെ റൂം ബുക്ക് ചെയ്തേക്കുന്ന സ്ഥലത്തോട്ട് പോകും, അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കാണാൻ വേണ്ടി പോകും. എനിവേ നമുക്ക് നോക്കാം. നമ്മൾ വീട്ടിൽ നിന്ന് ട്രാവൽ സ്റ്റാർട്ട് ചെയ്തത് 12:45 നമ്മുടെ ഫ്ലൈറ്റ്. നമ്മൾ എത്തിയപ്പോൾ തന്നെ 2 മണിക്കൂർ കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം ഒരു 3:30-4 മണി ആവാറായി. നമ്മൾ പോകേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ ലേക്ക് കോമോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ സ്റ്റേ, ഇന്ന് നൈറ്റുള്ള സ്റ്റേ. സോ അതിന് 2 hours ജേണി ഉണ്ട്. നമ്മളതുകൊണ്ട് ഇപ്പോഴേ വെച്ച് പിടിച്ചു. നമ്മളങ്ങനെ പോകുന്ന വഴിക്ക് നമുക്കിനി അവിടെ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ നമ്മളെന്തായാലും പോകുന്ന വഴിക്ക് തന്നെ ഈവനിങ് ഏർലി ഡിന്നറായിട്ട് നമ്മൾ ബർഗറൊക്കെ വാങ്ങിച്ച് നമ്മൾ മക്ഡൊണാൾഡ്സിൽ നിന്ന് കഴിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ബാക്കി യാത്ര കണ്ടിന്യൂ ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം ഇത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ മാൾട്ടയിൽ നിന്ന് വന്ന എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല വ്യൂസ് ആയിരുന്നു. അങ്ങോട്ട് പോകുന്തോറും ആ ലേക്ക് കോമോയിലോട്ട് പോകുന്തോറും ഭയങ്കര നല്ലൊരു വ്യൂ ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കുറച്ചുകൂടെ ഈവനിങ് ആവുകയും കൂടെയാണ്, നട്ടുച്ചയൊന്നും അല്ലല്ലോ. അപ്പോഴത്തേക്ക് നമുക്കത് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നി കേട്ടോ. ഞാൻ ഇതിൻ്റെ തംബ്നെയിലിൽ എഴുതിയിട്ടുണ്ടായിരുന്നു മിലാനിലെ കാഴ്ചകൾ കാണിക്കാമെന്ന്. ശരിക്കും മിലാനിൽ വന്നിറങ്ങണം, മിലാനിൽ പോകണം എന്നൊക്കെ ആദ്യം വിചാരിച്ചത്. പക്ഷേ നമുക്ക് അതിന് പറ്റിയില്ല. ഷോപ്പിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് സമയം വേണം. അതുകൊണ്ട് ലാസ്റ്റ് ഡേ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ലാസ്റ്റ് ഡേ ആണ് ഞങ്ങൾ മിലാനിൽ പോയതും. അപ്പോൾ ആ പിക്സും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇപ്പോൾ ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതും കാണാം. ഞാൻ മിലാനിൻ്റെ കാര്യങ്ങൾ ഇച്ചിരിയേ ഉള്ളൂ, അത് മാത്രമായിട്ട് വേറൊരു വീഡിയോ ഇടുന്നില്ല. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. മിലാനിൽ
മിലാനിൽ ഇവിടെ ഫേമസ് ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. മിലാൻ കത്തീഡ്രൽ ഉണ്ട്, നമ്മളത് കണ്ടു. അതിനകത്തുള്ള ഈ ഒരു വലിയ കൂടാരം കണ്ടു. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു സ്റ്റാച്യു ഓഫ് എന്താണ് വിക്ടോറിയോ, ആ സ്റ്റാച്യു കണ്ടു. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇതിനിടയ്ക്ക് ഷോപ്പിംഗ് ആണ് പറയാൻ വയ്യാത്ത അത്രയും നല്ല ബ്രാൻഡ് സാധനങ്ങളുടെ ഷോപ്പിംഗ് ഏരിയ ഉണ്ട്. പക്ഷേ നമ്മളിവിടെ പിക്ക് പോക്കറ്റിംഗ് ഒത്തിരി ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നടക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു വീഡിയോ ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിട്ടത് കാണിക്കുന്നത്. എനിക്കല്ലാതെ അന്ന് ഫുൾ ഡേ വീഡിയോ എടുത്തുകൊണ്ട് നടക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് ഈ പറഞ്ഞ പോലെ നമുക്ക് പേടിയാവും ഇത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കാൻ. അതുകൊണ്ട് നമ്മളത് സേഫായിട്ട് വെച്ചിരിക്കുകയായിരുന്നു. ടുട്ടുവിന് ഈ ഷൂസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭ്രാന്താണ്. ഷൂസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭ്രാന്താണ്. പ്രത്യേകിച്ച് ബ്രാൻഡഡ് സാധനങ്ങളെ ഇടത്തുള്ളൂ. പക്ഷെ ഞാൻ നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഷൂസിൻ്റെ ഇത് ഷോറൂമിൽ പോയി ജോർദാൻ്റെ ഷൂസാണ് വാങ്ങിക്കാൻ പോയിരിക്കുന്നത്. ശരിക്കും മാൾട്ടയിൽ കിട്ടുന്നതിനേക്കാൾ വെറൈറ്റീസ് ഇവിടെ ഉണ്ട് എന്നും പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ശരിയായിരുന്നു, കുറേ വെറൈറ്റീസ് ഉണ്ട്. അപ്പം 2 ഷൂസാണ് വാങ്ങിച്ചത്. ഒരെണ്ണത്തിന് ഓൾമോസ്റ്റ് 80 യൂറോ എങ്ങാണ്ടായി. പിന്നെ ഇത് രണ്ടാമത് വാങ്ങിച്ചാണ്. പക്ഷെ ആദ്യം വാങ്ങിച്ചത് ഈ ഷൂസാണ്. ഈ ഷൂസ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇത് 200 യൂറോസ് എങ്ങാണ്ടായി, 200 or 210 യൂറോസ് എങ്ങാണ്ട് അറൗണ്ടായി. നല്ല ഷൂസായിരുന്നു. പിന്നെ ഈ ജോർദാൻ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഒരു പ്ലെയർ ആണല്ലോ. പുള്ളിക്കാരൻ്റെ ജേഴ്സി, ഷൂസ് ഒക്കെ അടങ്ങുന്ന അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്കത് കാണാം, ഫോട്ടോ എടുക്കാം, അങ്ങനെയൊക്കെ. പുള്ളിയുടെ പേരിലാണല്ലോ ഈ ജോർദാൻ അറിയപ്പെടുന്നത്. സോ അങ്ങനെ നമ്മളതെല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. നമ്മളിതിനെ ട്രാം എന്നാണ് പറയുക, മിലാനിലെ ട്രാംസ്. ഓക്കെ, ഇപ്പം ഇത് കണ്ടോ, റെയിൽ പാളം പോലെ ഇങ്ങനെയുണ്ട്. നമ്മളിതിനകത്തൂടെ നടക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പം നമ്മൾ ആ വഴി ഇങ്ങനെ ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനൊക്കെ ആയിട്ട്, അവർക്ക് ഇങ്ങനെ കറങ്ങാനൊക്കെ ആയിട്ട് ഇങ്ങനെ ട്രാംസ് ഉണ്ട്. ഒരെണ്ണം അതുവഴി വരുന്നുണ്ട്, ഒരെണ്ണം ഇതുവഴി വരുന്നുണ്ട്. നമ്മുടെ സാധാരണ വണ്ടികൾ പോകുന്ന സ്ഥലത്തൂടെ തന്നെയാണ് അതും പോകുന്നത്. അത് നിർത്തി കൊടുക്കും, സിഗ്നൽ കാണുമ്പോൾ എല്ലാം സെയിം നമ്മുടെ വണ്ടികൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ്. അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. ഇതിനെ ട്രാം എന്നാണെന്ന് പോലും ഞാൻ അറിഞ്ഞത് ഇവിടെ വന്നതിന് ശേഷമാണ്. നമ്മളല്ലാതെ ട്രെയിൻ എന്നല്ലേ പറയാറുള്ളൂ. ഓക്കെ, എന്തായാലും കൊള്ളാം. അങ്ങനെ കുറേ കാര്യങ്ങൾ കണ്ടു. നമ്മളങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ, നമ്മൾ മിലാനിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പം ഏകദേശം ഒരു 7 മണിയായി രാത്രി. ബാക്കി നിങ്ങൾക്ക് ഞാൻ തുടരെ കാണാം. സൂപ്പറായിട്ടുള്ള സീനറീസാണ്. ഭയങ്കര ലൈക്ക് മല, മഞ്ഞ്. നമ്മളിങ്ങനെ പണ്ട് ഓരോരോ ഡ്രോയിങ്സ് കണ്ടിട്ടുണ്ട് അല്ലേ, ഇങ്ങനെ മല വരയ്ക്കുന്നതും അതും ഇതുമൊക്കെ. സോ അതൊക്കെ നേരിട്ട് കാണാമെന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. അപ്പം നിങ്ങൾക്കും അത് കാണാൻ താല്പര്യം ഉണ്ടായിരിക്കും, ഇഷ്ടം ഉണ്ടായിരിക്കും. സോ ഇവിടെ വന്നിട്ടില്ല എന്ന് പറഞ്ഞ് ആർക്കും അത് മിസ്സാവണ്ട. സോ ഞാൻ എല്ലാം വീഡിയോയിൽ കാണിക്കുന്നതാണ്, സമയം എടുത്ത് കണ്ടാൽ മതി. ഓക്കെ, നമ്മുടെ റൂമിലോട്ട് നമ്മൾ പോവാണ്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ റൂം. ലിഫ്റ്റ് വഴി കയറാതെ നമ്മൾ ലിഫ്റ്റ് വഴി കയറിയില്ല, നമ്മൾ സ്റ്റെപ്പ് വഴി വന്നു. ദൈവം, ഇതിലേതാ റൂം? ഇതേതാ കാടോ റൂമെന്ന് പറഞ്ഞിട്ട്. നൈറ്റ് വ്യൂ ആണ്. രാവിലെ ഒന്ന് കാണണം മക്കളെ, പൊളിക്കും. നല്ല സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇപ്പം സമയം ഒരു 7:30 എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു വീഡിയോയിൽ നല്ലപോലെയൊക്കെ കാണുന്നുണ്ടെന്ന് തോന്നുന്നു.
എനിവേ ഈ നൈറ്റ് ടൈമിലുള്ള ബ്യൂട്ടിയും ആസ്വദിക്കണമല്ലോ. ഇത് നമ്മുടെ ചെറിയൊരു ഹാളാണ്. ഹാളെന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് നമുക്ക് ചുമ്മാക്കി ഇരിക്കാം, സൊറ പറഞ്ഞിരിക്കാം. ഇത് ഡൈനിങ് ടേബിൾ കുക്ക് ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആണ്. പക്ഷെ നമ്മളങ്ങനെ കുക്കിംഗ് ഒന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ പുറത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് അങ്ങനെ കൊണ്ട് കഴിക്കുകയുള്ളൂ. ഇത് ബാത്റൂമാണ്. ഇത് നമുക്ക് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് സൂപ്പറായിട്ട് എൻജോയ് ചെയ്യാമായിരുന്നു. സ്റ്റിൽ റൂമുണ്ട്. പിന്നെ ഇത് ഒരു ഫാമിലി ലൈറ്റ് ആണോ, ലൈറ്റ്സ് ഒക്കെ സൂപ്പറായിട്ടുണ്ട്. അങ്ങനെ ഇതാണ് നമ്മുടെ മെയിൻ ബെഡ്റൂം. ഒരു മിററുണ്ട്. ഇത് നൈസായിട്ടില്ലേ, പൊളിച്ച് നല്ല റൂമാട്ടോ, കുഴപ്പമൊന്നുമില്ല, സെറ്റാണ്. ഇവിടെ ശരിക്കും പറഞ്ഞുകൊണ്ടല്ലോ, ഈ ഒരു റൂം ഞാൻ കാണിച്ചല്ലോ, പിള്ളേർക്കൊക്കെ സൂപ്പറായിരിക്കും. പക്ഷേ ഇവിടെ നോക്കിയിട്ട് ബെഡ്ഷീറ്റ് ഒന്നും കാണുന്നില്ല. നല്ല തണുപ്പുമുണ്ട്. ആകെപ്പാടെ ഉള്ളത് 3 പില്ലോ ആണ്. സോ എനിവേ നമ്മൾ ചോദിക്കുന്നുണ്ട്, അവരുടെ അടുത്ത് ചോദിക്കാൻ പോയിട്ടുണ്ട്. പിന്നെന്താ, ഇവിടെ അയൺ ബോക്സ് ഇരിപ്പുണ്ട്, ടിഷ്യൂ ഉണ്ട്, കുറച്ച് ടവൽസ് ഉണ്ട് കേട്ടോ, അത് നന്നായി. പിന്നെ എനിക്ക് തോന്നുന്നു ഇതെന്താ ഡ്രയർ ആണെന്ന് തോന്നുന്നു. ഇത് ഫിലിപ്സിൻ്റെ ഡ്രയർ ആണെന്ന് തോന്നുന്നു, ഹെയർ ഡ്രയർ ആണെന്ന് തോന്നുന്നു. അതുപോലെ ഇവിടെ എന്താണ് ഇത്, അത് ശരി, കുറച്ച് നൂലും സിസറും. ഇത് ഉപയോഗിക്കേണ്ടവർക്ക് ഉപയോഗിക്കാം, അത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെ ഇതെന്താണോ നോക്കുന്നില്ല, വേറെ എന്തോ ഒരു പെട്ടിയുണ്ട് താഴെ. സോ ഇതൊക്കെയാണ് ഇവിടെയുള്ള സാധനങ്ങൾ. പിന്നെ ഈ പറഞ്ഞ ഫർണിച്ചേഴ്സ് മാത്രമേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. ഭയങ്കര തണുപ്പുണ്ട് ഇവിടെ കേട്ടോ. ഭയങ്കര തണുപ്പെന്ന് വെച്ചാൽ 6 ഡിഗ്രിയാണ്, മൈനസ് ഒന്നും ആയിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും നമുക്കത് നല്ല തണുപ്പാണ്. ഇവിടെ ബെഡ്ഷീറ്റ് ഒന്നും ഇല്ലയെന്ന് വിളിച്ച് പറഞ്ഞപ്പം ഇതിൻ്റെ ഓണർ പറഞ്ഞു എല്ലാം നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാൻ. പിന്നല്ലേ ഇത് ചെക്ക് ചെയ്യുന്നത്. ഇത് ചെക്ക് ചെയ്തപ്പോൾ വേണ്ട ബെഡ്ഷീറ്റൊക്കെ ഉണ്ട്, അതിൻ്റെ പില്ലോ കവറുണ്ട്. പിന്നെ ബ്ലാങ്കറ്റ്, ഇത് ഒരു ബെഡ്ഷീറ്റാണ്. പിന്നെ നോക്കിയപ്പോൾ വേണ്ട ബ്ലാങ്കറ്റ്, സൂപ്പർ ബ്ലാങ്കറ്റ്സ് ഉണ്ട്. അങ്ങനെ അതും സെറ്റ്. പിന്നെ ഇവിടെ നോക്കിയപ്പം ടർക്കി പോലത്തെ സാധന സാമഗ്രികളുണ്ട്. അങ്ങനെ അതെല്ലാം കിട്ടി. വെറുതെ നമ്മൾ തെറ്റിദ്ധരിച്ചു, സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് ഇറ്റലിയിൽ കാണാനായിട്ട് ഒത്തിരി സ്ഥലങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ഓഫ് ഇറ്റലി നമുക്ക് റോമാണ്. എന്നാലും ഈ പറഞ്ഞ പോലെ റോമിലല്ല നമ്മൾ ഫസ്റ്റ് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. നമ്മൾ മിലാനിലാണ് ഫസ്റ്റ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് സിസിലി ഉണ്ട്, മിലാനുണ്ട്, വെനിസ് ഉണ്ട്, റോമിൽ തന്നെ പോകാമായിരുന്നു, ഫ്ലോറൻസ് ഉണ്ട്, പിന്നെന്താണ് വെർണോവയോ, അങ്ങനെ ഞാൻ കേൾക്കാത്ത ഡൊളോമൈറ്റ്സ്, കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. നമ്മൾ നോക്കുമ്പം നമുക്ക് കുറേ സ്ഥലങ്ങൾ കുറേ പേര് പോയിട്ടുണ്ട്. അപ്പം എല്ലാവരും എല്ലാം കവർ ചെയ്തു എന്ന് വരത്തില്ല. പക്ഷെ നമുക്ക് പറ്റുന്നിടത്ത് നമുക്ക് പോകാമല്ലോ, നമുക്ക് അഫോർഡബിളായിട്ടുള്ളിടത്ത് നമുക്ക് പോകാം. അപ്പോൾ അങ്ങനെ നമ്മൾ ചൂസ് ചെയ്ത സ്ഥലം മിലാനും ഡൊളോമൈറ്റ്സുമാണ്. അപ്പോൾ അതിനിടയ്ക്ക് വേറെ എവിടെയെങ്കിലും പോകുമെന്ന് അറിയില്ല. എനിവേ ഇന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞു. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്കാണ് നമ്മൾ ഇറങ്ങിയത്. അത് കഴിഞ്ഞ് നമ്മൾ 2 hours ആയിരുന്നു നമുക്ക് ഫ്ലൈറ്റ്. നമ്മളിവിടെ ലാൻഡ് ചെയ്ത് നമ്മൾ ടാക്സി പിടിച്ച് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ടാക്സി പിടിച്ച് നമ്മൾ വരുന്ന വഴിക്കാണ് നമ്മൾ ബർഗർ കഴിക്കാനൊക്കെ കയറിയത്. നമ്മളങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മളിവിടെ എത്തിയപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 7:30 8 ആവുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഈ ഒരു ടൈമായി. ഇനി നമുക്ക് എങ്ങും പോകാനൊന്നുമില്ല. പക്ഷേ നിങ്ങൾ കണ്ടല്ലോ, നൈറ്റ് വ്യൂ ഒക്കെ ഭയങ്കര രസമാണ്, തണുപ്പാണ്, നമുക്കിങ്ങനെ പുറത്തിറങ്ങി നടക്കാനൊന്നും പറ്റില്ല. നാളെ രാവിലെ ഇറങ്ങി ഓരോ കാഴ്ചകൾ കാണിച്ചു തരാം. ശരിക്കും ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോഴുള്ളൊരു ഗുണം, നമ്മുടെ വീട്ടുകാരെ നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുമ്പം നമ്മളിപ്പം നമ്മുടെ വീട്ടുകാർക്ക് നമ്മൾ ഫോൺ ചെയ്യുമല്ലോ, ഞാനിവിടെയാണ്, ഇവിടെ പോയി, അങ്ങനെ പോയി. പക്ഷെ നമ്മൾ വീഡിയോ എടുത്ത് കാണിക്കുമ്പം ശരിക്കും അവരും വന്ന പോലെ ആയിപ്പോവും നമ്മളുടെ കൂടെ. ശരിക്കും പറഞ്ഞാൽ ജേർണി ഫുൾ അവർ കാണുകയാണ്. അപ്പം അത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അവരെ ഒന്നും ഇങ്ങോട്ട് ചിലപ്പം ഇപ്പോൾ കൊണ്ടുവരാൻ പറ്റിയെന്ന് വരത്തില്ല, അല്ലെങ്കിൽ വരാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കും. എങ്കിൽ പോലും അതൊക്കെ വീട്ടിലിരുന്ന് കാണുക എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമാണ്. അപ്പോൾ എന്തായാലും
എനിക്ക് എന്താ പറയുക ഈ 3 ഡേയ്സും വീഡിയോ എടുത്ത് കാണിക്കണം എന്നുണ്ട്. ഇന്ന് എന്തായാലും ഫസ്റ്റ് ഡേ കഴിഞ്ഞു. അപ്പം നാളത്തെ ദിവസം നമുക്ക് രാവിലെ തന്നെ തുടങ്ങാം. ഓക്കെ.